ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള LCT എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTUC. ഒന്നാം ഇടത് സർക്കാർ 2016 വന്നതിന് ശേഷം 2017 KSEB മാനേജ്മെൻറ്റ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭരണഘടനാ അവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുണ്ടായി. അത് ഞങ്ങളുടെ സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അന്തിമ ഉത്തരവ് ഉടനെ ലഭിക്കും. ആ ഇടക്കാല ഉത്തരവ് ലഭിച്ചത് ജീവനക്കാർക്കിടയിൽ ഒന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2016 ഭരണം വന്നപ്പോൾ അഹങ്കാരം മൂത്ത ഇവിടുത്തെ ഒരു ഇടത് ഓഫീസർ സംഘടനയുടെ നേതാവ് അന്നത്തെ ചെയർമാന് ഒരു വിഡ്ഢിത്തരം പറഞ്ഞു കൊടുത്ത് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു വൻ വിഡ്ഢിത്തരം നടപ്പിലാക്കി. KSEB ജീവനക്കാർക്ക് അവരുടെ അവകാശം ദംശനം ഉണ്ടാകുമ്പോൾ, മാനേജ്മെൻ്റ് അവരെ ഉപദ്രവിക്കുമ്പോൾ, ട്രാൻസ്ഫർ ആയിക്കോട്ടെ പ്രൊമോഷൻ ആയിക്കോട്ടെ, നിരവധി വിഷയങ്ങളിൽ മാനേജ്മെൻറ്റ് തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ പാടില്ല എന്ന് ബോർഡ് ഉത്തരവിറക്കി. 6/6/2017 ആ ഉത്തരവിറക്കിയത്. ഭരണഘടനാപരമായിട്ട് ഒരു പൗരന് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റിന് വയലേഷൻ ഉണ്ടാകുമ്പോൾ, സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ പൗരന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാം. ആർട്ടിക്കിൾ 32 അനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം. റിട്ട് പെറ്റീഷൻ. ആ അവകാശം ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഈ പറഞ്ഞു കൊടുത്ത ഈ വലിയ നേതാവുണ്ട്, എന്തോ ആണെന്നൊക്കെ ധരിച്ചിരുന്നതാണ്. അഹങ്കാരം മൂത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ ഹൈക്കോടതിയെ ഒന്ന് സമീപിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ സമീപിച്ചാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമെന്ന് അവർ പറയുന്നു. ഇത് ചൈനയൊന്നും അല്ല സഖാവേ. ചൈനയിൽ ശരിയാ, ജനാധിപത്യ അവകാശമൊന്നുമില്ല, ഭരണഘടന, അത് അവരുടെ കമ്മ്യൂണിസം. ഇത് ഇന്ത്യയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അച്ചടക്ക നടപടി എടുക്കുമെന്ന് ഉത്തരവിറക്കി. അപ്പോൾ 6/6/2017 ഓർഡർ ഇറക്കിയെങ്കിൽ ഞങ്ങൾ 23/6/2017 തന്നെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അപ്പം ഞങ്ങളോട് എതിര് വാദിക്കുന്നതിന് വേണ്ടി ബോർഡ് ഒരു സ്പെഷ്യൽ വക്കീലിനെ അവരെ വെച്ചു. CA റെഗുലേഷൻ കേസിൽ എത്ര നാൾ പറഞ്ഞിട്ടാണ് ഒരു വക്കീലിനെ വെച്ചത്? നല്ല ഭേദപ്പെട്ട ഒരു വക്കീലിനെ വെച്ചത്. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റേ ലഭിച്ചു. അങ്ങനെ അന്ന് ഞങ്ങൾ 2017 സ്റ്റേ മേടിച്ചത് കൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നിരവധി കാര്യങ്ങളിൽ ജീവനക്കാർക്ക് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ സാധിച്ചത്. ഞങ്ങൾ ആ ഉത്തരവ് അന്ന് സ്റ്റേ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കും, അവരെ സസ്പെൻഡ് ചെയ്യും, ഒന്നും ചെയ്യും ഇവര്. അപ്പം ഞങ്ങളാണ് ഉത്തരവ് മേടിച്ചത്. കോടതിയെ സമീപിക്കാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയവരെ 6/6/2000 ഇപ്പൊ ജീവനക്കാർ, ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവിന്റെ വെളിച്ചത്തിലാണ്. KEC നൽകിയ ഉത്തരവ്, KEC ജീവനക്കാർക്ക് വേണ്ടി ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ ഓരോരുത്തർക്കും. ഇപ്പൊ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് സാങ്ഷൻ ചെയ്യാതിരുന്ന് വല്ലതും കോടതി പോയി മേടിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർ കിട്ടാതെ വന്ന് വല്ലതും കോടതി പോയി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ KSEBക്കെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ജീവനക്കാർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് KEC മേടിച്ച ഉത്തരവ് കൊണ്ടാണ്. ആ സ്റ്റേ ഓർഡർ, സ്റ്റേ ആണത്. ഇപ്പൊ അതിന്റെ ഇടക്കാല വിധി വന്നു, ഇനി അന്തിമ ഉത്തരവ് വരും. അന്നത്തെ 6/6/2017 ബോർഡ് ഇറക്കിയ ഉത്തരവ് എന്താണെന്നറിയോ? ഒരാൾക്കൊരു വിഷയം ഉണ്ടായാൽ, ഒരു ലൈൻമാൻ ആണെങ്കിൽ ലൈൻമാൻ ആദ്യം ചീഫ് എഞ്ചിനീയർ HRMന് പരാതി കൊടുക്കണം. ന്യായം, ഓക്കെ. ചീഫ് എഞ്ചിനീയർ HRMന് പരാതി കൊടുത്താൽ പരാതി ഇത്ര ദിവസത്തിനകം അദ്ദേഹം പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ കോടതി പോകണം. അതാണല്ലോ നിയമം. അത് എത്ര ദിവസമാണെന്നൊന്നും പറയുന്നില്ല. ചീഫ് എഞ്ചിനീയർ HRMന് പരാതി കൊടുത്തോണം. അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർക്ക് പരാതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഡയറക്ടേഴ്സിന് പരാതി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഫുൾ ടൈം ഡയറക്ടേഴ്സിന് ഒന്നിനും സമയമില്ല എന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ 3 പേർക്കും പരാതി കൊടുക്കണമെന്ന്, ഓരോരുത്തരും ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കണമെന്നും പറയുന്നില്ല ഉത്തരവിൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? HRMന് കൊടുത്തിട്ട് അവർ 6 മാസം കൈ വെച്ചുകൊണ്ടിരുന്നാലും, ഇക്കൊല്ലത്തെ ട്രാൻസ്ഫറിൽ ഒരു പ്രശ്നം ഉണ്ടായാലും ഒരു പരാതി കൊടുത്താൽ അതാ ഒരാഴ്ചക്കകം തീരുമാനം എടുത്തു കൊടുക്കണ്ടേ? അവർ റിജക്ട് ചെയ്താൽ കോടതി പോകണം. അത് ഈ രാജ്യത്തെ ഒരു നിയമമാണ്. ചീഫ് എഞ്ചിനീയർ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡയറക്ടറെ കാണണം, ഫുൾ ടൈമിനെയും കാണണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞാണ് ഇവർ തീരുമാനം എടുക്കുന്നെങ്കിലും. അങ്ങനെ ഒരു ബ്ലെൻഡർ ആയിട്ടുള്ള ഉത്തരവിറക്കി, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഉത്തരവിറക്കി, വിവരം കെട്ടവന്മാരിറക്കിയ ഉത്തരവാണ്.
അന്നത്തെ ബോർഡ് മാനേജ്മെന്റിൽ ഇരുന്ന വിവരം കെട്ടവര്, ബോധമില്ലാത്ത, സാമാന്യ ജ്ഞാനമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്തവർ ഇറക്കിയ ഉത്തരവാണ്. അപ്പൊ അത് ഞങ്ങൾ സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തതിന്റെ കൊണ്ടാണ് ഇത്രയും നാളും ജീവനക്കാർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റിയ വിവിധ കാര്യങ്ങൾ. അതിന്റെ ഇടക്കാല ഉത്തരവ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് 2025 മാർച്ച് 10 7-8 വർഷമായി. അപ്പൊ അതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ വ്യൂ ഓഫ് ദി എബോവ് ദ KSEB ഈസ് ഡയറക്റ്റഡ് ആണ് ടു ടേക്ക് എ ഫ്രഷ് ഡിസിഷൻ ഓൺ ദ ഇഷ്യൂ ഇൻഡിക്കേറ്റിംഗ് ടൈം ലൈൻസ് ഫോർ കൺസിഡറിംഗ് ബൈ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കി ആൻഡ് റൂൾസ്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കി തീരുമാനം എടുക്കണമെന്നാണ് പറഞ്ഞത്. HRM, ഡയറക്ടർ, ഫുൾ ബോർഡ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹം ഡയറക്ടറെ കാണണം ആദ്യം, പിന്നെ ചെയർമാനെ കാണണം, പിന്നെ ഫുൾ ബോർഡിനെ കാണണം. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ക്ലോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഡിലീറ്റിംഗ് ദ ത്രെറ്റ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ഇൻഡിക്കേറ്റഡ് ഇൻ ക്ലോസ് 3. ഇതിനകത്ത് ക്ലോസ് 3 പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. ഈ ബോർഡ് ഓർഡറിൽ പറയുന്ന ക്ലോസ് 3 പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും എന്ന് പറയുന്ന ക്ലോസ് ഡിലീറ്റ് ചെയ്യണം. അത് ബോർഡ് അത് പരിഗണിച്ച് എന്ത് ചെയ്യണം? പെറ്റീഷണർ, അതായത് ഞങ്ങളുടെ സംഘടനയ്ക്ക് എന്ത് ചെയ്യണം? അറിയിച്ച് ഒരു നോട്ടീസ് കൊടുത്തിട്ട് വേണം ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്കൂടെ കാണണം ഇവരെന്താ ഓർഡർ ഇറക്കുന്നു. അങ്ങനെ ഇതിനും അത് 2 മാസത്തിനും കോടതിയെ അറിയിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതല്ല, ഓൾറെഡി ബോർഡ് അങ്ങനെ ഒരു സ്വമേധയാ ബുദ്ധി തോന്നി, ഞങ്ങൾ തെറ്റും പറ്റിയും തോന്നി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്, ബോർഡിന് ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ ബോർഡ് എന്നാണ് പറഞ്ഞു. ബോർഡിന് അതുകൊണ്ട് കോടതി കൊടുത്താൽ മതി. ബോർഡ് അങ്ങനെ ഇറക്കിയിട്ടില്ല. ബോർഡിന് സ്വമേധയാ ബോധവും വരത്തില്ല, ബുദ്ധിയും വരത്തില്ല. കാരണം ബുദ്ധി ഉണ്ടെങ്കിലേ വരുള്ളൂ. അപ്പൊ ജീവനക്കാരുടെ ഭരണഘടനാ അവകാശം നിഷേധിച്ച ഇടത് സർക്കാരിന്റെ ഒരു ഇടത് ഓഫീസറുടെ തലയിൽ ഉദിച്ച വിവേകശൂന്യമായ ഉത്തരവ് ഞങ്ങൾ സ്റ്റേ ചെയ്തു. അതിന് ഇന്റർവ്യൂ ഓർഡർ ലഭിച്ച വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അന്തിമ ഓർഡർ ഞങ്ങൾ ഉടൻ ലഭിക്കും. ഏതായാലും ഇനി അന്തിമ ഓർഡറിന്റെ ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ ഇതിന്റെ മറുപടി നൽകുമ്പോൾ ജീവനക്കാരെ ഉപദ്രവിക്കാൻ നിങ്ങൾ നിൽക്കണ്ട, ഞങ്ങൾക്ക് പണിയാക്കണ്ട, കൂടുതൽ വാദിപ്പിക്കാതെ പറ്റിപ്പോയ തെറ്റ് തിരുത്തുക. അതായത് ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ, ഒരു തൊഴിലാളിക്ക് ഒരു വിഷയം ഉണ്ടായാൽ അവര് ചീഫ് എഞ്ചിനീയർ HRM അറിയിക്കുക. HRM ഒരു 10 ദിവസത്തിനകം തീരുമാനം എടുക്കണം. ഒരാഴ്ച, സാധാരണ 7 days ആണ്. 7 daysനകം തീരുമാനം എടുത്ത് അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ നേരിട്ട് കോടതി പോകാനുള്ള അവകാശം കൊടുത്തില്ലെങ്കിലും അവകാശം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ടൈം ലിമിറ്റ് പറയണം തീരുമാനം എടുക്കണമെന്ന്. അതുപോലെ 3 ഹൈറാർക്കി ഒന്നും വേണ്ട. ഒരു കാര്യം പറയാം, നിങ്ങൾ ഡ്രാഫ്റ്റ് ഒക്കെ ഇറക്കുമ്പോൾ 3 ഹൈറാർക്കി വെച്ച് സമയമൊന്നും വെക്കേണ്ട, ഞങ്ങൾക്ക് ഇനിയും പണിയാക്കരുത്. അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിനു മുമ്പ് എങ്ങനെയാണോ ബോർഡിൽ പൊക്കോണ്ടിരുന്നത് ആ രീതിയിൽ പോകണം. ഈ രാജ്യത്തെ ഏതൊരു പൗരനും കിട്ടുന്ന അവകാശം KSE ജീവനക്കാരനും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ചൊറിയാനും മന്താനും വരണ്ട എന്ന് ബോർഡ് മാനേജ്മെന്റിനെയും അതുപോലെ ഈ ഇടത് സംഘടന ഓഫീസർ നേതാക്കൾ പോയി, അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയെങ്കിൽ ഇപ്പോൾ ഇവിടെ പലരും ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലൊന്നും വരണ്ട. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കോടതിയിലൊക്കെ പോയി ഓരോ കാര്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഈ ഓർഡറിന്റെ വെളിച്ചത്തിലാണ് എന്ന് ഓർപ്പിക്കുന്നു. ഇത് നല്ല രീതിയിൽ ഒരു ഉത്തരവിറക്കാനുള്ള തീരുമാനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.